എല്ലാവരെയും ഹായ് യേശുവല്ല ഡൊണായ് മിനിസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവസ്നേഹത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ആ പാട്ടിലോട്ട് നമുക്ക് കിടക്കാം. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ എന്താ പറഞ്ഞിരുന്നത്? ദൈവസ്നേഹം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇറ്റ്സ് എ ഡെമോൺസ്ട്രേഷൻ. അത് നമ്മൾ ദൈവസ്നേഹം കാണിക്കേണ്ട ആ ഡെമോൺസ്ട്രേഷൻ്റെ മേഖലകൾ നമ്മൾ പറഞ്ഞു. ഫാമിലി മെമ്പേഴ്സിനോട് എങ്ങനെ കാണിക്കാം, ദൈവത്തോട് എങ്ങനെ സ്നേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, എനിമീസിനോട് നമുക്ക് എങ്ങനെ സ്നേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു. ആ വീഡിയോയിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിങ് ആയിരുന്നു, ദൈവം ചിലതിനെ സ്നേഹിക്കരുതെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ടീച്ചിങ് അതിനെക്കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് അതിലോട്ട് കടക്കാം. ഓക്കെ, എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളിലോട്ട് കയറുവാൻ ദൈവം എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ. ആമേൻ. ഓക്കെ, 1 John chapter 2 verses 15 പറയുന്നു, ഡു നോട്ട് ലവ് ദ വേൾഡ് ഓർ എനിത്തിങ് ഇൻ ദ വേൾഡ്. അതായത് ലോകത്തെയും ലോകത്തിലുള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. ഈ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേൾഡ് പറഞ്ഞിട്ടുണ്ട്, എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. സോ വേൾഡ് ഉണ്ട്, വേൾഡിനകത്ത് പല കാര്യങ്ങളും ഉണ്ട്. ഈ രണ്ട് കാര്യത്തിന് നിങ്ങൾ സ്നേഹിക്കരുതെന്ന് പറയുന്നു. സോ ഐ വോണ്ട് ടു ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ അബൌട്ട് ദാറ്റ്. അതായത് നമുക്ക് ഈ എർത്ത് എന്ന് പറയുന്നതും ഈ വേൾഡ് എന്ന് പറയുന്നത് രണ്ടും സെയിം ആണോ? ഐ തിങ്ക് യു ഗോട്ട് ദ ആൻസർ. നിങ്ങളുടെ മനസ്സിലൊരു ആൻസർ ഉണ്ട്. സോ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പറയുക. ഈ എർത്ത് സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവം എർത്ത് സൃഷ്ടിച്ചപ്പോൾ ഇതിന് മുൻപായിട്ട്, അതായത് ഈ എർത്ത് നമ്മൾ കാണുന്ന ഈ ഫോമിലുള്ള എർത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ട്രീസ് ആയാലും പക്ഷികളായാലും മൃഗങ്ങളായാലും നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആയാലും സകലതും ആയാലും ഈ എർത്ത് ഉണ്ടായി ഇപ്പം നമ്മൾ കാണുന്ന ഒരു രീതിയുണ്ട്, എർത്തിൻ്റെ ഒരു ഫോം. ഇതിന് മുമ്പ് ദൈവം ആദ്യം ഈ എർത്ത് സൃഷ്ടിച്ചപ്പോൾ അതെന്തായിരുന്നു? ഒരു ഫോംലെസ് ആയിരുന്നു. അവിടെ എന്തുണ്ടായിരുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു? ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. പിന്നെ എന്തുണ്ടായിരുന്നു? സ്ട്രീംസ് ഓഫ് വാട്ടേഴ്സ് എന്ന് വെച്ചാൽ വെള്ളം പൊങ്ങി ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെയാണ് പാസ്റ്റ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം. അതിനുശേഷമാണ് ദൈവം പലതും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കൽപ്പിച്ച് മനുഷ്യനെ നിർമ്മിച്ചു. ഇങ്ങനെ തരത്തിലുള്ള ഇപ്പം നമ്മളായിരിക്കുന്ന ഈ തരത്തിലുള്ള ഒരു ഭൂമി അവിടെ ക്രിയേറ്റഡ് ആയത്, ഭൂമിയുടെ ഒരു ക്രിയേഷൻ അവിടെ നടന്നത്. സോ ആദ്യം ഈ ഭൂമിയിൽ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചരിത്രം നമുക്ക് ചിന്തിക്കാം. ഈ ദൈവം ലൂസിഫറിനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൂസിഫർ ദൈവത്തെക്കാളും മേലെയാവാൻ ശ്രമിച്ചപ്പോൾ ദൈവം അതിനെ ലൂസിഫറിനെ വെട്ടി താഴെയിട്ടു. ആ ലൂസിഫർ വന്ന് വീണ ഇടമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ആ ഡാർക്ക്നെസ്സിൻ്റെ പ്രസൻസ് ഓൾറെഡി ഉണ്ട്. ഈ വേൾഡ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ലെറ്റ്സ് സീ, നമുക്കൊരു വാക്യം അതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാം. Psalms 24 verses 1 പറയുന്നു, ദ എർത്ത് ഈസ് ദ ലോർഡ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്, ദ വേൾഡ് ആൻഡ് ഓൾ ഹൂ ലിവ് ഇൻ ഇറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ എർത്തിലുള്ള ഒരു സംഭവത്തെയാണ് വേൾഡ് എന്ന് പറയുന്നത്. ആ വേൾഡിൽ ഒത്തിരി കാര്യങ്ങളും ഉണ്ട്. ഇവിടെ പറയുന്നുണ്ട് എവറിത്തിങ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത ദ വേൾഡ്. അതായത് ഈ എർത്തിലുള്ള ഒരു സംഭവമാണ് വേൾഡ്. ഈ വേൾഡിൽ ദൈവം ഒരു കാര്യം സൃഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചു? ലൈറ്റ് സൃഷ്ടിച്ചു, എന്ത് ചെയ്തു? സ്റ്റാർസിനെയൊക്കെ സൃഷ്ടിച്ചായിരുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചായിരുന്നു, ട്രീസ് സൃഷ്ടിച്ചായിരുന്നു, പിന്നെ ഫിഷസിനെ സൃഷ്ടിച്ചായിരുന്നു, വൈൽഡ് അനിമൽസിനെയൊക്കെ സൃഷ്ടിച്ചായിരുന്നു, സകലത്തിനെ ദൈവം സൃഷ്ടിച്ചു. ഈ സൃഷ്ടിപ്പ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ ദൈവം നടത്തിയ ഒരു സൃഷ്ടിപ്പിൻ്റെ കമ്മ്യൂണിറ്റിയെ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിനകത്ത് വേൾഡിനകത്ത് എന്തോന്നുണ്ട്? നമ്മൾ ഉൾപ്പെടെയുള്ള ഹ്യൂമൻ ബീയിങ്സ്, ട്രീസ്, അനിമൽസ്, സകലതും, സീയിലുള്ള സംഭവങ്ങൾ സകലതും അതിൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ, അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ബോധ്യമായി ഞാൻ വിശ്വസിക്കുന്നു. ഇത് മൂന്ന് പാർട്ടാണ്. എർത്ത്, വേൾഡിനകത്ത് നമ്മൾ. ഓക്കെ, ദൈവം പറയുന്നത് ഈ എർത്തിലുള്ള ഈ വേൾഡിനെയും ഈ വേൾഡിനകത്തുള്ള ഈ പല സംഭവങ്ങളുണ്ടല്ലോ, ഇതിനെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ മനുഷ്യർ, ഇവരൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരനെ പോലെ തന്നെ സ്നേഹിക്കണം, ഫാമിലിയെ സ്നേഹിക്കണം, സകലതിനെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ ഇതിനെ സ്നേഹിക്കേണ്ടതെന്നാണോ ദൈവം പറഞ്ഞത്? സോ അതിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കാം. വാട്ട് ഈസ് മീൻ ബൈ എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്? അതിനുള്ള വചനം എന്ന് പറയുന്നത് 1 John 2 verses 16 പറയുന്നു, ഫോർ എവറിത്തിങ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഈ വേൾഡിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ താഴെ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ സ്നേഹിക്കരുത്. ഈ ലോകത്ത് പല കാര്യങ്ങളും ഉണ്ട്, പക്ഷേ എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്തിൽ സ്നേഹിക്കേണ്ടതും സ്നേഹിക്കപ്പെടാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. സ്നേഹിക്കേണ്ട കാര്യങ്ങളാണ് ഫാമിലി,
കൂട്ടുകാരനെ പോലെ തന്നെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം. പക്ഷേ ഈ താഴെ പറയുന്ന 3 കാര്യങ്ങൾ ഈ ലോകത്തിലുള്ള കാര്യമാണ്. പക്ഷെ അതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. നമുക്ക് ഓരോ 1 by 1 ആയിട്ട് അതിനെ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ലസ്റ്റ് ഓഫ് ദ ഫ്ലെഷ്, സെക്കൻഡ് വൺ ലസ്റ്റ് ഓഫ് ദ ഐ, തേർഡ് വൺ പ്രൈഡ് ഓഫ് ദ ലൈഫ്. നമുക്കിത് 3നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് ലസ്റ്റ് ഓഫ് ദ ഫ്ലെഷ് എന്ന് പറയുന്നത്, ഈ ലസ്റ്റ് ഓഫ് ദ ഫ്ലെഷ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് റെഫറൻസിൽ പറയുന്നുണ്ട്. ഗലാത്തിയൻസ് 5:19-21 പറയുന്നു. സെക്ഷൽ ഇമ്മോറാലിറ്റി ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട്, ജലസി ഉണ്ട്, സെൽഫിഷ് അംബീഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷൽ ഇമ്മോറാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താ, നമ്മൾ വിചാരിക്കും ഈ സെക്ഷൽ എന്ന് പറയുന്ന ഒരു പാർട്ട് എന്ന് പറയുമ്പം തന്നെ എല്ലാ മനുഷ്യരെയും ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് വീണ ആ പിശാച് ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ, ദൈവം ആദിയിൽ ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അതൊരു കുടുംബമുണ്ട്, ആ ഒരു സെക്ഷാലിറ്റി ഉണ്ട് അവിടെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ഒരു മനുഷ്യനിൽ, ഒരു മാൻ ഓർ വുമണിൽ ആ ഒരു പാർട്ടുണ്ട്, അത് കുടുംബം എന്നുള്ളൊരു പാർട്ടുണ്ട്. പക്ഷെ അതിനപ്പുറമായിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന ആ ബന്ധത്തിന് അപ്പുറമായിട്ട് മനുഷ്യരെ തെറ്റിക്കാൻ തരത്തിലുള്ള പല ഇൻഫ്ലുവൻസും ഇന്നത്തെ ഈ ലോകത്തുണ്ട്. ഓക്കെ, ആ പാർട്ടിൽ നിന്നുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്ത് സംസാരിക്കുക. നമ്മുടെ ഏതൊരു കുഞ്ഞ് ജനിച്ചാലും അത് ഐദർ മാൻ ഓർ വുമൺ, അത് കുട്ടി വളർന്നു വരുമ്പോൾ അതിനൊരു മാരേജ് ലൈഫുണ്ട്, അല്ലയോ? ആ മാരേജ് ലൈഫിൽ ദൈവം വച്ചിരിക്കുന്നത് എന്താ, അടുത്ത് ഒരു ജനറേഷൻ, അത് ദൈവഹിതപ്രകാരമുള്ള 2 വ്യക്തികളാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ ജനറേഷൻ ആർക്ക് പോവും? കിങ്ഡം ഓഫ് ഗോഡിന് പോവും. അല്ല പൈശാചികമായിട്ട് പല നെഗറ്റീവ്സിലൂടെയൊക്കെ ഈ യൂത്ത്സൊക്കെ ഇഷ്ടമുള്ളവരെയൊക്കെ സെലക്ട് ചെയ്ത് സ്നേഹിച്ച് വിവാഹമൊക്കെ കഴിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കാതെ പല ഡിസിഷൻസ് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഈ വേൾഡ് പിശാചിൻ്റെ ഈ ലോകത്തിനോട്ടും അവർ പോവും. അതങ്ങനെയാണ്. ദൈവഹിതം ഇല്ലാതെ എന്ത് നമ്മൾ ചെയ്യുന്നോ അതെല്ലാം അതിൻ്റെ ഔട്ട്പുട്ട് പിശാചിന് നമ്മൾ സമർപ്പിക്കുന്നതിന് തുല്യമാണ്. ദൈവഹിതം എന്ത് ചെയ്യുന്നോ അത് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുക. സോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. ഇതിനെയൊന്നും നമ്മൾ സ്നേഹിക്കരുതെന്നാണ് യേശപ്പച്ചൻ പറയുന്നത്. ഈ ലോകത്തിലുള്ള ഒരു ട്രെൻഡുണ്ട്, അതായത് ഈ ലോകപരമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ളത്, അത് സെക്ഷുവാലിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അതിന് നമുക്ക് ഇന്ന് തന്നെ എന്തുണ്ട്, മെൻ ആൻഡ് മെൻ തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്, വുമൺ ആൻഡ് വുമൺ തമ്മിലുള്ള റിലേഷൻസ്, അനിമൽസ് തമ്മിലുള്ള, പിന്നെ വൾഗറായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ദൈവ സൃഷ്ടി എന്താണ്? മെൻ ആൻഡ് വുമൺ, അതാണ് ദൈവം സൃഷ്ടി. ആ ഒരു കോമ്പിനേഷൻ അതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആദാമിൻ്റെ വാരിയലിൽ എടുത്തിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്? ഹവ്വയെ. അപ്പം ദൈവത്തിനൊരു ഡിസിഷൻ ഉണ്ട്, ഏത് വ്യക്തിയായിട്ട് ജോയിൻ്റ് ആവണം. ഓക്കെ, എങ്ങനെ രീതിയിലുള്ള ആറ് വ്യക്തികൾ തമ്മിൽ ജോയിൻ ചെയ്താലാണ് ഫാമിലി ലൈഫ് മുന്നോട്ട് പോകാമെന്ന് ദൈവത്തിന് അറിയാം. സോ അതാണ് ആ ഡിസിഷൻ ഇല്ലാതെ വരുന്ന എല്ലാം നമ്മൾ ലോകത്തിന് നമ്മൾ സമർപ്പിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, ഞാനെന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ നെഗറ്റീവിനോട്, ഈ സെക്ഷൽ ദൈവത്തിൻ്റെ ആ നിയമത്തിന് എതിരായി നിൽക്കുന്ന ആ ഒരു സെക്ഷാലിറ്റിയിലോട്ട് നമ്മൾ അതിനെ സ്നേഹിക്കരുത്. ഈ ലോകത്തിലുള്ള ആ ഒരു ട്രെൻഡിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. പിന്നെ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നു. ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളെ മലിനപ്പെടുത്തുന്ന പല കാര്യങ്ങൾ എന്തിലുണ്ട്? ഈ ലോകത്തുണ്ട്. ഈ ഫ്ലഷിനെ മലിനപ്പെടുത്തുന്ന കാര്യമാണ് എന്ത്? നമ്മളെ ഡ്രസ്സിങ് എന്ന് പറയുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇമ്പ്യൂരിറ്റി ചെയ്യുക. ദൈവം എന്താ പറയുന്നത്? ഒരു മെന്നിൻ്റെ ബോഡി എന്ന് പറയുന്നത് അറ്റ് മാരേജ് ടൈം ആർക്ക് ഉള്ളതാണ്? വുമണിനുള്ളതാണ്. അതായത് ഹസ്ബൻഡിൻ്റെത് വൈഫിനും, വൈഫിൻ്റെത് ഹസ്ബൻഡിനുള്ളതാണ്. പക്ഷെ ആ സമയത്ത് എക്സ്പോസ് ആവേണ്ട ആ ഒരു ദൈവം കരുതി വെച്ചിരിക്കുന്ന ആ ഒരു ആ പ്യൂരിറ്റിയെ വൾഗർ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ മറയ്ക്കേണ്ട സ്ഥാനങ്ങളൊക്കെ പുറത്ത് കാണിച്ച് നടക്കുക എന്ന് പറയുന്നത് അതൊരു ഇമ്പ്യൂരിറ്റിയാണ്. അതെന്താ? ഇമ്പ്യൂരിറ്റിയാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് എന്താ? ദൈവം ഓൾറെഡി ഒരു ഡിസിഷൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദാറ്റ് ടൈമിൽ അത് നിങ്ങൾക്ക് 2 പേർക്ക് മാത്രം, ആ ഒരു ഫാമിലി ലൈഫിൽ മാത്രം എക്സ്പോസ് ആവേണ്ടത്. അത് ആദ്യമേ കാണുന്ന എല്ലാവരെയും നമ്മൾ നെഗറ്റീവായിട്ട് ഒരു ഇംപ്രസിങ് അവസ്ഥയിൽ നടക്കുന്നതൊക്കെ നമുക്ക് സെക്ഷൽ ഇമ്മോറാലിറ്റി പോലുള്ള ഒരു അതിലുള്ള ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ടല്ലോ, അതുപോലെ വേറൊരു ഇമ്പ്യൂരിറ്റിയാണ് അത്. സോ നമ്മൾ വചനം പറയുന്നത് എന്താ? മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ യേശപ്പച്ചൻ പറയുന്നുണ്ട്. മോഡസ്റ്റി ആവരുതെന്നൊന്നും എനിക്കറിയത്തില്ല, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ കവർ ചെയ്യേണ്ട പാർട്സൊക്കെ കവർ ചെയ്ത് നമ്മൾ ഡ്രസ്സ് ധരിക്കുക, അത് നീറ്റായിരിക്കുക. അത് അത് ദൈവത്തിൻ്റെ ഓർഡറാണ്, ദൈവത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി ലൈഫ് ദൈവം പറയുന്നതാണ്. ഓക്കെ, പിന്നെ സെൽഫിഷ് അംബീഷൻ.
ജലസിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയപ്പെടാൻ നമ്മൾ പാടില്ല. ഈ അസൂയയൊക്കെ ഈ ലോകം തരുന്ന ഒരു സംഭവമാണ്. ഈ ലോകത്തിലുള്ള അസൂയ, സെൽഫിഷ് അംബീഷൻ, എനിക്ക് 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 എന്നുള്ളത്. അതെന്താ സെൽഫിഷ് അംബീഷൻ എന്ന് പറഞ്ഞാൽ ദൈവനാമ മഹത്വത്തിന് എതിരായിട്ട് എനിക്ക് എന്ത് കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം എന്താ ഈ ലോകത്തിലുള്ള കാര്യമാണ്. അത് ലസ്റ്റ് ഓഫ് ദ ഫ്ലഷിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ്. ഇതിനെ ഒന്നും നിങ്ങൾ സ്നേഹിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് അതിനെ സ്നേഹിക്കരുതെന്ന് പറയുന്നു? ഇപ്പം ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കണമെന്നിരിക്കട്ടെ, അപ്പോൾ ആ വ്യക്തിയെ കാണാനായിട്ട് എനിക്ക് എന്ത് ചെയ്യും? ആഗ്രഹം തോന്നും. അപ്പം എന്തുകൊണ്ട് വീണ്ടും വീണ്ടും എനിക്കത് ചെയ്യണം, എനിക്കത് കാണണം, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ അതിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. സോ അതുപോലെ ഇതിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുവാനുള്ള ആ ടെൻഡൻസി നമ്മളെ ഉള്ളിൽ വരുന്നത്. ഇതൊക്കെ എനിക്ക് വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എനിക്ക് അസൂയ മറ്റൊരു വ്യക്തിയോട് തോന്നുന്നു, ആ വ്യക്തി എന്നെക്കാളും വേലയായി പോകുന്നു, അങ്ങനെയൊക്കെ വരുന്നതിന് കാരണം നമ്മളെ ഉള്ളിൽ ഒരു സ്നേഹ ലോകത്തോട് ഈ പറഞ്ഞ കാര്യങ്ങളോട് കടപ്പുണ്ട്. സോ അതിനെയൊന്നും നമ്മൾ സ്നേഹിക്കരുത് എന്ന് യേശുപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ്, ലസ്റ്റ് ഓഫ് ദ ഐ. ലസ്റ്റ് ഓഫ് ദ ഐ എന്ന് പറയുമ്പോൾ നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ 2 ക്യാരക്ടേഴ്സിനെ നമുക്ക് എടുക്കാം. ആദാമും ഈവും എടുക്കുമ്പം തന്നെ ഈവ് എന്താണ്? ആ ഫലം നല്ലതെന്ന് കണ്ടു, ദൈവത്തെ പോലെ ആവാൻ, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. അപ്പോൾ ആ കണ്ണുകൊണ്ട് കണ്ടു അതിനെ ആഗ്രഹിച്ചാണ് ആര് ചെയ്ത? പാപം ഈവ് ചെയ്തു. നമ്മൾ കാണുന്നതിനെ ആഗ്രഹിച്ച് നമ്മളെ ഉള്ളിൽ പാപം കടക്കും. സോ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. ഇതാണ് യേശുപ്പച്ചൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവ ഇന്നതാകുമെന്ന് ദൈവം വിധിച്ചിരിക്കുക. ആ വ്യക്തിക്ക് ആവശ്യമുള്ളത് സകലതും ദൈവം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറമുള്ള ആഗ്രഹം ഈ കണ്ണുകൊണ്ട് കാണുമ്പം, ഇപ്പം ഞാനെന്ന വ്യക്തിക്ക് എനിക്കിപ്പം ഇന്ന് എനിക്ക് പുറത്ത് പോകണമെന്നിരിക്കണമെങ്കിൽ എനിക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സ് ദൈവം തന്നിട്ടുണ്ട്. അതിനുപരിയായിട്ട് എനിക്ക് കാണുന്ന എല്ലാം വേണം. എനിക്ക് അർഹതപ്പെട്ട ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷേ കാണുന്ന എല്ലാം എനിക്ക് വേണം. ഓക്കെ, അത് നമ്മൾ പാടില്ല. ഡാവിഡിൻ്റെ കാര്യം നോക്ക്. ബേർഷേബയെ കണ്ടത് കൊണ്ടല്ലേ ഡാവിഡ് പാപം ചെയ്തേ? അതിനോടൊരു സ്നേഹം വന്നില്ലേ? അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ സ്നേഹത്തെ കൊടുക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ സ്നേഹിക്കരുത്. പ്രൈഡ് ഓഫ് ദ ലൈഫാണ് തേർഡ് വൺ ആൻഡ് ഫൈനൽ വൺ. അതിലെന്താ പറയുന്നത്? നമുക്ക് ജീവിതത്തിൽ നന്മകളില്ലാത്ത ഒരു വ്യക്തിയല്ല. നമ്മളെല്ലാവർക്കും പല പല നന്മകളുണ്ട്. അത് ജോബിൻ്റെ കാര്യത്തിലായാലും ഫ്യൂച്ചറിൻ്റെ കാര്യത്തിലായാലും ഒരു ഫാമിലി ലൈഫിൻ്റെ കാര്യത്തിലായാലും അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, നമുക്ക് ഈവൻ ഇഫ് മിനിസ്ട്രി ഉണ്ട്, സകലതുമുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളിലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? നമ്മുടെ മൈൻഡ് സെറ്റപ്പ് എന്തായിരിക്കും? എനിക്കിതെല്ലാം ഉണ്ട്, ഇത് ഞാൻ നേടി, ഇതെല്ലാം എൻ്റെ കഴിവിനാലാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള മൈൻഡ് സെറ്റപ്പാണ്. അതിനെയാണ് പറയുന്നത് പ്രൈഡ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾ അതിനെ സ്നേഹിക്കരുത്. പ്രൈഡ് ഓഫ് ദ ലൈഫിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. ദൈവം പറയുന്നതാണ്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും സകലതും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ. സോ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ഓരോ കാര്യങ്ങൾ, ഈവൻ ഇഫ് നമ്മൾ ബോഡി ആയിക്കൊണ്ട് പോട്ടെ, സകലത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. സോ ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഞാനെന്ന വ്യക്തി ഉയർന്ന് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആരെയാ? നമ്മളെയാണ്. അതിനെയാണ് പ്രൈഡ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സകലതും തന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്, ദൈവത്തിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമാണ്. സോ മഹത്വം ദൈവത്തിന് മാത്രം, മഹത്വം നമുക്കല്ല. അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് പോവേണ്ടതല്ല മഹത്വം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിലുണ്ട്. ഇങ്ങനെ ഈ ഒരു വേൾഡ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് അകത്ത് നമ്മൾ പോലുള്ള മനുഷ്യരും ട്രീസും ട്രീസും ആനിമൽസും ഇതെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പ്രൈഡ് ഓഫ് ദ ലൈഫ് ഉണ്ട്, ലസ്റ്റ് ഓഫ് ദ ഐ ഉണ്ട്, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ് ഉണ്ട്. ഇതിനെ ഒന്നും നിങ്ങൾ സ്നേഹിക്കരുത്. എന്തുകൊണ്ട് ദൈവം അങ്ങനെ പറയും? ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം നശിച്ചു പോകുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ വചനത്തിൽ പറയുന്നു സ്നേഹം എന്ന് പറയുന്നത് എന്താ? നിലനിൽക്കുന്ന ഒരു കാര്യം. നമ്മൾ ഇതിൽ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും നിലനിൽക്കത്തില്ല. നമ്മളെ സ്നേഹവും പോവും, ഇതെല്ലാം മാഞ്ഞു പോവും. പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം എന്ത് ചെയ്യും? നിലനിൽക്കും. ഓക്കെ, ആ സ്നേഹം നിലനിൽക്കുന്നതായിരിക്കും. സോ ഇതെല്ലാം അഴിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ദൈവം പറയുന്നത് ഇതിനൊന്നും നിങ്ങൾ സ്നേഹിക്കരുത്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. സോ നമ്മുടെ ആശ്രയം ആരിലാണോ അവിടെ ആ ആശ്രയത്തിനനുസരിച്ചായിരിക്കും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഈ വേൾഡിൽ നീങ്ങിപ്പോകുന്ന ഈ കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ ആശ്രയവും സ്നേഹവും ഒക്കെ ആണ് എങ്കിൽ നമ്മളും അതിനനുസരിച്ച് നമ്മളും ചേഞ്ച് ആവും. നമ്മൾ കുലുങ്ങും തന്നെ അർത്ഥം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി കുലങ്ങത്തില്ല, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കുലങ്ങത്തില്ല. പക്ഷെ ലോകത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ഒരു
ഒന്നൊന്നര കുലുക്കമൊന്നുമല്ല, അത് നശിച്ചു പോകും. ഈ ലോകം നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ തന്നെ എന്താ അറിയുക, ആ ഒരു നാശത്തിൻ്റെ ഒരു അനുഭവമാണ്. ഈ ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു നാശത്തിൻ്റെ അനുഭവമാണ്. സോ ആരും ഈ ലോകത്തിലുള്ള ദൈവം പറയുന്ന ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഈ ലോകത്തിലുള്ള ഒന്നിനെ നമ്മൾ, ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലുള്ള ഒന്നിനെ നമ്മൾ സ്നേഹിക്കരുത്. ദൈവത്തെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, സ്നേഹിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഫൈനൽ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ആ വാക്കിൽ, ആ വാചനത്തിൽ പറയുന്നത് എന്താ, ഹിഡൻ ആയിട്ട്, യു ഫസ്റ്റ് ലവ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ ആദ്യം സ്നേഹിക്കണം. എന്നിട്ട് നീ എങ്ങനെയാണോ നിന്നെ സ്നേഹിക്കുന്നത് അതുപോലെ നിൻ്റെ കൂട്ടുകാരനെ നീ എന്ത് ചെയ്യണം, സ്നേഹിക്കണമെന്നാണ് യേശുപ്പച്ചൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സ്നേഹിക്കേണ്ട കടമ ആർക്കുണ്ട്, നമുക്കുണ്ട്. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ചിന്ത ഉണ്ടാവും, സ്വന്തം വിവേകത്തിൽ നമ്മൾ ഊന്നത്തില്ല, ദൈവത്തിൻ്റെ വിവേകത്തിൽ നമ്മൾ ഊന്നും. അതിനർത്ഥം എന്താ, ദൈവത്തിന് എന്നെക്കുറിച്ച് അറിയാൻ സകലതും, എനിക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. അത് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ ദൈവം ശക്തനാണ്. ഈ ലോകത്തിൽ നിന്നല്ല ദൈവം എനിക്കത് പ്രൊവൈഡ് ചെയ്യുന്നത്, ദൈവത്തിൽ നിന്നാണ് എനിക്കത് വരുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ലോകത്തിൽ നിന്നായിരിക്കും കിട്ടുന്നത്, പക്ഷെ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ലോകമല്ല, അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, യേശു ക്രിസ്തു ആണ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിലുള്ളതിനെയൊക്കെ നമുക്ക് വെറും ഒരു എന്ന് പറയുന്ന ഈ ഞൊടിയിടയിൽ കഴിഞ്ഞു പോകുന്ന ഈ സാധനങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, വയ്ക്കത്തില്ല. സോ അതുപോലെ നമ്മൾ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, എനിക്ക് അങ്ങനെ പറയാൻ തോന്നാം, നമ്മൾ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം പല കാര്യങ്ങളും നമ്മളവിടെ അരുളി ചെയ്യും. നിൻ്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കാൻ പോണേ, നിന്നോട് ഞാൻ ഇത് കൽപ്പിക്കുകയാണ്, അങ്ങനെ അതിനെയൊക്കെ പറയുന്ന പേരാണ് വാഗ്ദത്തം. ദൈവം വാഗ്ദത്തം നമ്മളോട് ഇടപെടും. ഇപ്പം എന്നോട് യേശുപ്പച്ചനെക്കുറിച്ച് എനിക്ക് പല കാര്യങ്ങളും ദൈവം എന്നോട് ഇടപെട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇടപെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്ലാൻസ് ആൻഡ് പദ്ധതീസ് ദൈവം ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് കൂടുതലും ദൈവം എന്നോട് സംസാരിക്കുന്നത് വചനത്തിലൂടെ സംസാരിക്കും. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ടങ്സ് ഉണ്ടല്ലോ, ടങ്സ് ദൈവകൃപയിലായിരിക്കുന്നവർക്ക് അതറിയാം. ടങ്സ് വരുമ്പോൾ ടങ്സിന് ഇൻ്റർപ്രിട്ടേഷൻ വരും. നമ്മൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം ആ ടങ്സിൽ കൂടെ ഇൻ്റർപ്രിറ്റേറ്റ് ചെയ്ത് സംസാരിക്കും. ഞാൻ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് നിനക്ക് വച്ചിട്ടുള്ളത്, ഇതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ എന്ത് ചെയ്യും, യേശുപ്പച്ചൻ പറയും. അതുപോലെ എനിക്ക് കൂടുതലും എന്നെ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ മിനിസ്ട്രി ഓറിയൻറ്റലി തന്നിട്ടുള്ളത് കൂടുതൽ യൂത്ത്സ്, കിഡ്സ്, വുമൺസ്, ഇവരെയൊക്കെ ആണ് എനിക്ക് എൻ്റെ കോളിങ്ങിൽ കൂടുതലായിട്ട് ദൈവം എനിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് എൻ്റെ പേഴ്സണലി എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് ഞാൻ യൂത്തിനെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാം, നിങ്ങളുടെ ഫാമിലി ലൈഫ്. കാരണം ആ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ദൈവം ആദ്യം സ്ഥാപിച്ച ഒരു കാര്യമാണ്. ആ സ്ഥാപിച്ച ഒരു കാര്യത്തിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് പിശാചിൻ്റെ വലിയൊരു തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കളിക്കുന്നത്. ഈ ലോകത്തിലുള്ള ആരെങ്കിലും ഇത് ടിൽ അവസാനം വരെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓക്കെ ഞാൻ ചിലപ്പോൾ ഷോർട്ടായിട്ട് ഇട്ടെന്നിരിക്കും, എനിക്കറിയത്തില്ല അടുത്തെന്താണെന്ന്. സോ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രമിക്കുക. നിങ്ങളുടെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്, മാരേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ആദ്യം ഉണ്ടായത് തന്നെ എന്താണ്, ആ ഫാമിലി ലൈഫാണ്. സോ ആ ഫാമിലി ലൈഫിൽ ഒരു വളരെ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവഹിതപ്രകാരം മാത്രമേ മൂവ് ചെയ്യാവൂ. അത് ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ മൂവ് ചെയ്യാവൂ. ഇന്ന് കാണുന്ന സന്തോഷം ആയിരിക്കത്തില്ല ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം നമുക്ക് നാളെക്കുറിച്ച് നമുക്കൊരു ബോധവും ഇല്ല, ഒരു ബോധ്യവും ഇല്ല, അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇന്നത്തെ ജീവിതം ജീവിക്കുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. അത് അരുളി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് ആർക്ക് മാത്രമാണ്, ദൈവത്തിന് മാത്രം. നമ്മുടെ മുന്നേ കാണാൻ കപ്പാസിറ്റി ഉള്ളത് ദൈവത്തിന് മാത്രമാണ്. സോ ദൈവം എന്ത് പറയുന്നു അത് മാത്രമേ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാവൂ. എൻ്റെ ജീവിതത്തിൽ യേശുപ്പച്ചൻ എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഫാമിലി ലൈഫിന് ഉൾപ്പെടെ സകലതും എനിക്കറിയാം. അത് കറക്റ്റായിട്ടും വ്യക്തമായിട്ട് എനിക്കതിനെക്കുറിച്ച് അറിയാം. സോ നമ്മൾ അത് ദൈവത്തിൽ സബ്മിറ്റ് ചെയ്ത് നമ്മൾ അത് ഡെഡിക്കേറ്റ് ചെയ്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുക. ദൈവം പറയുമ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് ഹു ഈസ് ദാറ്റ് പേഴ്സൺ ഉൾപ്പെടെ സകലതും ദൈവം പറയുക. ഐ നോ വെരി വെൽ അബൌട്ട് ദാറ്റ് പേഴ്സൺ ആൾസോ. ഓക്കെ, അത് നമ്മൾ വെയിറ്റ് ചെയ്ത് ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച് നമ്മൾ ജീവിക്കുക. ഒരു മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ അതിനെ ചാടിക്കയറി അപ്പം എനിക്കിതെല്ലാം അറിയാം, എൻ്റെ കൺമുമ്പിലുണ്ട്, അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ, അങ്ങനെയല്ല. നമ്മൾ നമ്മൾ അതിനൊരു മെത്തേഡുണ്ട്. ദൈവം ഒരു കാര്യം ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മളെ ദൈവം മേക്ക് ചെയ്യും, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ മാറ്റും. അതിനുശേഷം ദൈവം അതിനൊരു ഔട്ടുണ്ട്. സോ മൈ പേഴ്സണൽ ഇതെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മനസ്സിനെ നിങ്ങളോട് ഷെയർ ചെയ്യുക. ദൈവം എന്ത് പറയുന്നോ അത് അക്സെപ്റ്റ് ചെയ്യുക. ദൈവം ഈ ലോകത്തോട്ട് ജനിക്കുന്നത് എങ്ങനെയാണ്,
മറിയയിൽ കൂടെ ദൈവം ജനിക്കുക. അതൊരു ഇമ്പോസിബിലിറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ മറിയയ്ക്ക് എന്തുണ്ടാക്കുന്ന കാര്യമാണ്? ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ലോകക്കാരിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മറിയ അക്സെപ്റ്റ് ചെയ്തത്. മനസ്സിലായില്ലേ? മറിയയുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മറിയ അക്സെപ്റ്റ് ചെയ്തത്. സോ അങ്ങനത്തെ പല ഇമ്പോസിബിലിറ്റി കാര്യം ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്ക് തോന്നും ദൈവമേ ഇത് ഇമ്പോസിബിൾ അല്ലേ? അങ്ങനെയല്ല. ദൈവം എന്താ വചനത്തിൽ പറയുന്നത്? നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എന്താണോ അത് നന്മയാണ്, അത് പ്രസാദമാണ്, അത് പൂർണ്ണതയുള്ളതാണ്. സോ ഇതാണ് ദൈവം കാണുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം, നീ അത് ചെയ്യണം. സോ നമ്മൾ പലപ്പോഴും ദൈവം നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പല ക്വാളിറ്റീസൊക്കെ പലതിനോടൊന്നും ചിന്തിക്കും. ആ ക്വാളിറ്റി ഉണ്ടോ, ഈ ക്വാളിറ്റി ഉണ്ടോ? അത് നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് തോന്നുന്ന കാര്യമാണ്. പക്ഷേ വചനം എന്ത് പറയുന്നു? ഞാൻ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്തത് അത് നന്മയാണ്, പ്രസാദമാണ്, അതെന്താണ്? പൂർണ്ണതയാണ്. സോ നമ്മൾ ദൈവം ഒരു കാര്യം നമ്മളോട് വാഗ്ദത്തമായിട്ട് പറയുമ്പോൾ നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് പല 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 ചിന്തകൾ ഇങ്ങനെ മൈൻഡിൽ കൂടെ ഇങ്ങനെ ഓടുമ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് ഇതേപോലെ ലോകത്തിലുള്ള കണ്ണ്, നമ്മുടെ ശരീരം, അതുപോലെ തന്നെ നമ്മുടെ മനസ്സ്, ഇതെല്ലാം നമ്മളോട് സംസാരിക്കും. ഈ നെഗറ്റീവ് ഇംപ്രഷൻസ് ഈ ലോകം നമുക്ക് തരും. അപ്പോൾ പക്ഷെ നമ്മൾ അതിനോട് അതിനെതിരെ ആഞ്ഞ് ഒരു അമ്പ് അയക്കുന്ന പോലെ അയക്കേണ്ട ഒരു കാര്യം എന്താണ്? ദൈവം വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് അത് ഏതിലും ആയിക്കൊണ്ട് പോട്ടെ, നന്മയാണ്, പ്രസാദമാണ്, പൂർണ്ണതയുള്ളതാണ്. സോ ആ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്കെതിരെ വരുന്ന എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻഡു ചിഹ്നമായിട്ട് വെട്ടിക്കളയാം. ഓക്കെ, നമുക്ക് ആ ജയത്തിലോട്ട് മുന്നേറാൻ കഴിയും. ദൈവത്തിൻ്റെ മക്കൾ വിക്ടോറിയസ് മക്കളാണ്. സോ ദൈവം ജയിച്ച അപ്പനാണ്. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ നമ്മളോട് കൂടെ ഉള്ള ദൈവം എന്താണ്? ജയിച്ച ദൈവമാണ്. സോ ആ ജയം നമ്മളിൽ വാഴുകയാണ്. ദൈവത്തിൻ്റെ ആ ശക്തി നമ്മളിൽ വാഴുകയാണ്. സോ നമ്മൾ തകരാനുള്ള മക്കളല്ല, നമ്മൾ ജയിക്കാനുള്ള മക്കളാണ്. സോ ഇതെല്ലാം സ്നേഹത്തിൻ്റെ പറഞ്ഞിട്ട് ലാസ്റ്റ് എൻഡായിട്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞതാണ്. പലരും മാനസിക സ്ട്രെസ്സ്, സംഘർഷങ്ങൾ, നമ്മൾ ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളെയൊക്കെ ഓർത്തിട്ട് സ്ട്രെസ് അതൊക്കെ അനുഭവിക്കുന്നവർ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്പണായിട്ട് പറയുന്നത്. സോ ദൈവം പറഞ്ഞോ, ദൈവം ചെയ്യും. ഓക്കെ, ദൈവത്തെ സ്നേഹിക്കുക, ലോകത്തെ സ്നേഹിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ വിജയം നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ചെയ്ത് ഇതുപോലെ ദൈവം തരുന്ന ഓരോ കാര്യങ്ങൾ മെസ്സേജായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും എൻ്റെ വരെ കാണുക. അല്ലാതെ പകുതിയൊക്കെ കണ്ടിട്ട് നമുക്കതിൻ്റെ ആ ഗുഡൻസ് ഒന്നും കിട്ടത്തില്ല. ദൈവം പറയുന്ന ഗുഡൻസ് ഒന്നും കിട്ടത്തില്ല. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും നമ്മൾ എടുക്കുന്ന സമയത്തിൽ ദൈവം നമ്മളോട് പല കാര്യങ്ങൾ സംസാരിക്കും. ഓക്കെ, അതൊക്കെ പ്രഡിക്റ്റബിൾ അല്ല, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം നമ്മോട് എന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, എല്ലാവരും ബ്ലെസ്ഡ് ആയിരിക്കാം, ദൈവസ്നേഹത്തിൽ നിറഞ്ഞിരിക്കുക, വെറുക്കേണ്ടതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിച്ച് ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോവാം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. Hallelujah, hallelujah. Oh, we praise you, Lord. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, അങ്ങ് സർവശക്തൻ, അങ്ങ് സർവജ്ഞാനി. ഓ റബലമഷൻധാരലമരമഷൻഡേരിയാധാരകലഗജുഡല ഹേരബലം തുടകേനകാരകന ജൂഡകലന്ധീജേ സലഘമഷന്ധേയമായി കാണുന്ന എല്ലാവരുടെ മേലും ദൈവിക സ്നേഹത്തെ നിറച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ അവരുടെ മനസ്സുകളിൽ സമാധാനവും സന്തോഷവും എല്ലാം നിറച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവകൃപ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ Oh, we praise you, Lord. Hallelujah, 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 hallelujah. Oh, hallelujah, Jesus. Oh, Jesus, Jesus, Jesus. We worship you, Lord. We worship you, Lord. Oh, പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. നന്ദി യേശുവേ, നന്ദി യേശുവേ. Oh, we praise you, and Lord Jesus, thank you for this wonderful moment, Lord. Bless each one of your Father. In Jesus' name, Amen. Hallelujah.
താങ്ക്